നമസ്കാരം. ചരിത്ര നിമിഷത്തിന് 2 മണിക്കൂറുകൾ മാത്രമാണ്. നമ്മുടെ കുട്ടികളൊക്കെ നേരത്തെ പറഞ്ഞ കൂടെ രാവിലെ മുതൽ തന്നെ നിരവധി ഉദ്യോഗാർത്ഥികൾ അകത്ത് അവർക്ക് ഇരിക്കാൻ പറ്റാത്ത നിലയിൽ പുറത്തും സൈഡിലൊക്കെ ആയിട്ട് നിലകൊള്ളുകയാണ്. നമ്മുടെ പ്രദീപ് സാറ് ഗംഭീരമായിട്ട് തന്നെ ക്ലാസ്സുകളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പം നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെ പ്രദീപ് സാറിൻ്റെ ഒരു ഉദ്യോഗാർത്ഥി, അതുപോലെ എൻട്രി യൂസർ ആയിരുന്നു സനിത്ത്. കൊല്ലം VO ഫസ്റ്റ് റാങ്ക്, അതുപോലെ സിവിൽ എക്സൈസ് ഓഫീസറിൽ അദ്ദേഹം ഫസ്റ്റ് റാങ്ക് നേടിയിട്ടുണ്ട്. അപ്പം അദ്ദേഹം ഇന്ന് നമ്മുടെ പ്രദീപ് സാറിൻ്റെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. സനിത്ത്, എങ്ങനെയുണ്ട്? നല്ല ക്ലാസ്, അടിപൊളിയായിട്ട്. ഇപ്പം തന്നെ ഭയങ്കര ക്രൗഡ്, ഒരുപാട് പേര് വന്ന് ഭയങ്കര സന്തോഷം. സാർ അത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ട്. സാറ് എല്ലാവരും പഠിപ്പിച്ച് ജോലിയൊക്കെ കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം സാറിനും ഉണ്ട്, അതുപോലെ ഉദ്യോഗാർത്ഥികൾക്കും ഉണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. അജി സാറേ, ഇപ്പം നമ്മുടെ പരിപാടി അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? നമുക്ക് അങ്ങോട്ട് കയറാൻ പോലും പറ്റാത്ത അത്രയും ആളുകൾ അവിടെ ഉണ്ട്. അപ്പം 2 മണിക്കൂറുടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രദീപ് സാർ എൻട്രി ഏറ്റെടുത്ത നമ്മുടെ ഉദ്യോഗാർത്ഥികളെല്ലാം ഏറ്റെടുത്ത ഒരു വലിയ മഹാസംഭവം, ഒരു മഹാപഠനാനുഭവത്തിന് അവസാനം കുറിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു വലിയ നേട്ടത്തിന്റെ ഭാഗമായി പ്രദീപ് മുത്തല സാർ മാറാൻ പോവുകയാണല്ലേ. ഇവിടെ നിൽക്കുമ്പോൾ എന്താ പറയാന്നറിയില്ല. അത്രമാത്രം ഉദ്യോഗാർത്ഥികളുടെ ഒരു എന്താണ് പറയുന്നത്, ഒരു ജനസഞ്ചയമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നമ്മളൊക്കെ പ്രതീക്ഷിച്ചതിന് അപ്പുറത്തേക്ക് ഇത് പോയി. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എന്തുമാത്രം ആൾക്കാരാണ് വന്ന് ഇറങ്ങിയിരിക്കുന്നത്. ഇരിക്കാൻ പോലും സ്ഥലമില്ലാത്ത രീതിയിൽ. അതുമാത്രമല്ല, ലൈവിലൂടെ 2000 കണക്കിന് അല്ലെങ്കിൽ 1000 ആൾക്കാർ അത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. വരാൻ കഴിയാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളെല്ലാം ഇപ്പോൾ ഉദ്യോഗാർത്ഥികളും അധ്യാപകരും എൻട്രിയിലെ ടീമും എല്ലാവരും കാത്തിരിക്കുന്നത് പ്രദീപ് സാറിൻ്റെ ഈ ചരിത്ര മുഹൂർത്തത്തിന് വേണ്ടിയാണ്. പ്രദീപ് സാറിൻ്റെ ആ ഒരു എന്താണ് പറയുന്നത്, ഒരു ഡെഡിക്കേഷൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ടയർലെസ് ആയിട്ടുള്ള ആ പ്രവർത്തനം, അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നത്. പിന്നെ അദ്ദേഹത്തോടുള്ള ആരാധന കൊണ്ട്, അല്ലെങ്കിൽ എൻട്രി ആപ്പിലെ ഉദ്യോഗാർത്ഥികളും അതുപോലെ തന്നെ പ്രദീപ് സാറിനോടുള്ള ആരാധന കൊണ്ടുമാണ് ഇത്രയും ആൾക്കാർ ഇവിടെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇനി ഒരു 2 മണിക്കൂർ ചരിത്രം പിറക്കാൻ ഇനി 2 മണിക്കൂർ മാത്രം. 2 മണിക്കൂർ കഴിയുമ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിച്ച പോലെ പ്രദീപ് മുത്തല സാറ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിൻ്റെ ഭാഗമായി തീരുന്നു. അത് ഉദ്യോഗാർത്ഥികൾക്കും എൻട്രിയിലെ അധ്യാപകർക്കും അതുപോലെ തന്നെ എൻട്രിക്കും ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് മാറും. അത് ചരിത്രമാകും. അത് വീക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരും ഇവിടെ കാത്തിരിക്കുന്നത്. നന്ദി. വിശാഖ സാറേ, അപ്പോൾ രജി സാറ് പറഞ്ഞതിലൂടെ തന്നെ ചരിത്രം പിറവി കൊള്ളുവാൻ ഈ 2 മണിക്കൂറുകൾ മാത്രം അല്ലേ? നമ്മൾ ഇന്നലെ മുതലേ ഉണ്ട്. രാത്രിയും എല്ലാം ഉദ്യോഗാർത്ഥികളൊക്കെ 24 മണിക്കൂറും ഇരുന്ന ഉദ്യോഗാർത്ഥികൾ പോലുണ്ട്. വിശ്രമിക്കാൻ കുറച്ച് സമയം മാത്രം അവർ പോയി. ബാക്കിയുള്ള സമയങ്ങളെല്ലാം തുടർച്ചയായിട്ടിരുന്ന കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വന്ന ഉദ്യോഗാർത്ഥികളുണ്ട്. ഇപ്പം തന്നെ നമുക്കറിയാം, അതാണ് ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് അകത്തേക്ക് കയറാൻ പറ്റാത്ത, എല്ലാ ഉദ്യോഗാർത്ഥികളെയും കാണിക്കണമെന്നുണ്ട്, പക്ഷേ അങ്ങോട്ടേക്ക് കയറാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ വീണ്ടും അവസാന നിമിഷത്തിൽ പോലും രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, സർട്ടിഫിക്കറ്റ് വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് നമുക്ക് മുകളിലും താഴെയുമായിട്ട് ഉദ്യോഗാർത്ഥികൾ നിറഞ്ഞു കഴിഞ്ഞു അല്ലേ? നമുക്ക് കാലുകുത്താൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വിശാഖ സാറേ, ഈ ചരിത്ര നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത്? നമ്മളെ വളരെയധികം അത്ഭുതപ്പെടുന്ന കാര്യം, ഇന്നലെ പാതിരാത്രിയായിട്ട് പോലും 100 കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് പ്രദീപണ്ണന്റെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കടുത്ത വേനലിനെ പോലും അവഗണിച്ചുകൊണ്ട് 10,000 കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഉണ്ടായിരുന്നവർ ഒട്ടും തന്നെ വീര്യം ചോരാതെ വീണ്ടും സാറിനെ കാണണം, സാറിന്റെ വാക്കുകൾ കേൾക്കണം, സാറ് പറഞ്ഞിരുന്ന അറിവുകളെല്ലാം ഗ്രഹസ്ഥമാക്കണം എന്ന് കരുതിയിട്ട് തന്നെയാണ് എല്ലാ ഉദ്യോഗാർത്ഥികളും വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്നലെ പ്രദീപണ്ണൻ എങ്ങനെ തുടങ്ങിയോ അതിനേക്കാൾ ഊർജ്ജസ്വലനായിട്ടാണ് ഇപ്പോഴും ഉള്ളത്. അപ്പം ആ ചരിത്ര മുഹൂർത്തത്തിൽ അടുക്കുന്തോറും അദ്ദേഹത്തിന് എനർജി വർദ്ധിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പം ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. ഇന്നലെ രഞ്ജി സാറ് പറഞ്ഞ പോലെ മറ്റ് പല അധ്യാപകർക്കും യെസ് പറയാൻ ഉതകുന്ന, അല്ലെങ്കിൽ ഒരു ശേഷി നൽകുന്ന ഒരു ചരിത്രമാണ് 2 മണിക്കൂറിനുള്ളിൽ പിറവിയെടുക്കാൻ പോകുന്നത്. അപ്പം സാറിന് ആശംസ അർപ്പിച്ചുകൊണ്ട് ഇവിടെ നിരവധി ഉദ്യോഗാർത്ഥികൾ, അദ്ദേഹത്തിന്റെ പഴയ ഉദ്യോഗാർത്ഥികളും ഉദ്യോഗസ്ഥരായിട്ടുള്ള പല ഉദ്യോഗാർത്ഥികളാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് മറ്റു വിശേഷങ്ങൾ അവരോട് തിരക്കാം അല്ലേ? തീർച്ചയായിട്ടും. അപ്പം നമ്മുടെ ഉദ്യോഗാർത്ഥികൾ ഇവിടെ അദ്ദേഹത്തിന്റെ പരിപാടി കാണാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്, കാത്തിരിക്കുകയാണ്. വളരെ നല്ല അനുഭവമായിരുന്നു. ഞങ്ങൾ ഇന്നലെ രാത്രി മൊത്തം ഉണ്ടായിരുന്നു, രാത്രിയിലുണ്ടായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് വന്ന് രാത്രിയിൽ ക്ലാസ് കേട്ടായിരുന്നു. പിന്നെ ഇപ്പം പോയിട്ട് വന്നായിരുന്നു. അതെ അതെ. സാർ എന്തായാലും ജയിക്കും, സാറിന് എന്തായാലും കിട്ടും. ഞാൻ സാറിന്റെ ക്ലാസ് ഇന്നലെ തൊട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എൻ്റെ ഉണ്ടായിരുന്നു, ഫുള്ളും ഉണ്ടായിരുന്നു. ഇന്ന് അകത്ത് നിൽക്കാനും സ്ഥലമില്ലാത്തതുകൊണ്ട് പുറത്തേക്കാണ് വരുന്നവരാകത്തിരിക്കട്ടല്ലേ? അപ്പൊ നമ്മുടെ ഉദ്യോഗാർത്ഥികളൊക്കെ വളരെ ആവേശത്തിലാണ്, വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി 2 മണിക്കൂറുകൾ മാത്രമാണ് നമ്മുടെ മുൻപിലുള്ളത്. 2 മണിക്കൂറിന് ശേഷം റെക്കോർഡുമായി, ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സുമായി പ്രദീപ് മുത്തല സാർ ഈ വേദിയിൽ നിന്ന് നിങ്ങളോട് തത്സമയം സംസാരിക്കും. നമ്മുടെ എൻട്രിയുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. അപ്പം എല്ലാവർക്കും
ഒരുപാട് സന്തോഷം നൽകുന്ന നിമിഷങ്ങളാണ് ഇനി കടന്നു വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. നമുക്ക് പ്രദീപ് സാറിന്റെ ആ റെക്കോർഡ് നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കാം.